പിന്നെ ഞാൻ കാണിക്കാൻ വന്നതെന്ന് വെച്ചാൽ രണ്ട് സൈഡ് നമ്മളെ റോട്ടർ പോയിട്ടുണ്ട്. റോട്ടർ രണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ റോട്ടർ രണ്ടും അയച്ച് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയതോ ചെക്ക് ചെയ്തോ. ഇതുണ്ട്, ക്രാക്കുണ്ട്. ഈ ക്രാക്കാണ് പ്രശ്നം. ഇത് ഇതിനെക്കാട്ടി തിക്നെസ് ഉണ്ടാവും. പുതിയ വരുമ്പോൾ കാണിച്ചു തരുന്നതാണ്. ഇതിനെക്കാട്ടി തിക്നെസ് ഉണ്ട്. ഇത് തഴഞ്ഞ് തീർന്ന് ലാസ്റ്റ് ക്രാക്കായി. അപ്പർ സൈഡ് സെയിം ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ അയച്ചത് ബെയറിങ്ങെല്ലാം സെപ്പറേറ്റ് ആക്കി, ബാഗിങ് സീലിംഗ് എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പർ സൈഡ് കൊണ്ട് കാണിച്ചു തരാം. ഇപ്പുറ സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. അയക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ഇടുന്ന വീഡിയോ എടുക്കാം. ഇപ്പുറ സൈഡ് ഔട്ടർ ബെയറിങ് പോയതാണ്. ഇതാണ് ഔട്ടർ ബെയറിങ്. പിന്നെ അപ്പോൾ ഇത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുതിയ മേടിക്കണം. ഈ സീൽ ഇത് വൺ ടൈമേ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതും പുതിയതാണ് സാധനം. പുതിയ സാധനം 2000 കിലോമീറ്റർ ഓടിയിട്ട് പോകുമ്പോൾ. പക്ഷെ എന്നാലത് മാറണം. ഇതാണ് പിന്നെ ഇന്നർ ബെയറിങ് വലുതായിരിക്കും, ഔട്ടർ ബെയറിങ് ചെറുതായിരിക്കും. ഇന്നർ ബെയറിങ് നമ്മൾ പോയത് ഔട്ടർ ബെയറിങ് ഇന്നർ ബെയറിങ് പോയിട്ട് ഔട്ടർ ബെയറിങ് പോയി. ഇതാണ് ലെഫ്റ്റ് സൈഡിലെ റോട്ടർ. അപ്പോൾ ഇതും ക്രാക്കാണ്, കാണിച്ചു തരാം. 2 ക്രാക്കുണ്ട്. അത് നമുക്കിതെപ്പം പണി തരാം. റണ്ണിങ്ങിൽ പോകുന്ന ചിലപ്പം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈക്ക് കിടക്കേണ്ടി വരും. കുറേ ക്രാക്ക് വന്നിട്ടുണ്ട്. ഇത് വളരെ അബദ്ധമാണ് സാധനം. കാരണം വെച്ചാൽ 2000 കിലോമീറ്റർ മുമ്പേ ഈ വണ്ടി ഫുള്ള് പിന്നെ 4 വീല് വെച്ച് ചെക്ക് ചെയ്യണം. ഇപ്പോൾ 2000 കിലോമീറ്റർ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആരും ചെക്ക് ചെയ്തില്ല. ഇത് പോയിനോ ഇല്ലയോ ചെക്ക് ചെയ്തിട്ടില്ല. ഇപ്പം വെറുതെ ഫ്രണ്ട് വീല് വെച്ച് ചെക്ക് ചെയ്ത്. അപ്പോൾ ഇന്നലെ ഷെയറിംഗ് ബോക്സ് അയച്ച് ഓയിൽ സീൽ മാറിയിരുന്നു. അപ്പോൾ വെറുതെ അതും നമ്മേനെ മാറിയത്. അപ്പോൾ അത് മാറും ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴാണ് കണ്ടത് വൺ സൈഡ്. അപ്പോൾ 2 സൈഡ് നമ്മൾ 2 സൈഡും പോയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും പുതിയ വരുന്നുണ്ട്. പുതിയ വന്നിട്ട് ഇനിയിപ്പോൾ ഇത് മാറി ഇടണം. അപ്പോൾ ഇടുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. പിന്നെ പരമാവധി എല്ലാവരും പറഞ്ഞു വെച്ചാൽ വണ്ടി പണിയെടുക്കുമ്പോൾ അവരവരെന്നെല്ലാം പോയി ചെക്ക് ചെയ്യുക. ഏറെക്കുറെ സാധനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്താൽ വൃത്തി കാണാൻ പറ്റും. കാരണം അവർ ചിലപ്പോൾ ഇത് നിസാരാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. കാരണം ഇപ്പോൾ 2000 കിലോമീറ്ററിൽ ഫുള്ള് വീൽ അയച്ചാണ്. അപ്പോൾ ഇത് അന്നേരം ഇപ്പോൾ എനിക്കിത് ഗ്രീസ്, ഈ ഓയിൽ സീല് ഇതെല്ലാം നമുക്ക് വേറെ നഷ്ടമാണ്, പൈസ നഷ്ടമാണ്. അപ്പോൾ അന്നേരം തന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് മാറ്റാൻ പറ്റുന്ന കേസേ ഉള്ളൂ. സംഭവം ഒരു റോട്ടറിന് 2500 രൂപ വില വരുന്നത്. 2 റോട്ടർ നമുക്ക് മാറണം. 2 റോട്ടർ മാറണം. ബ്രേക്ക് പാഡ് മാറണം. ബ്രേക്ക് പാഡെല്ലാം അത്യാവശ്യം നല്ല കട്ടിയുള്ള സാധനമാണ്. പിന്നെ ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാലും അത് പുതിയ തന്നെ ഇടണം റോട്ടർ മാറുമ്പോൾ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിതെല്ലാം വലിയ ചിലവാണ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതന്നെ ഡീൽ കഴിക്കുമ്പോൾ നമ്മൾ തന്നെ പരമാവധി എല്ലാ സാധനങ്ങളും അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇത് പോയിനോ അത് മാറാമെന്നുള്ള രീതിക്ക് തന്നെ പറഞ്ഞിട്ട് തന്നെ ചെയ്യുക. രണ്ടാമത് ഇരട്ടിപ്പണി പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞാൽ പൈസയും നഷ്ടമാണ്, നമ്മുടെ സമയവും നഷ്ടമാണ്. നമുക്ക് 2 ഓട്ടം ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഓടണം, എണ്ണ പൈസ, നമ്മൾ അന്നത്തെ പണി ഉണ്ടെങ്കിൽ ആ പണി പോകും. ഇതെല്ലാം നമുക്ക് നഷ്ടമാക്കും. അപ്പോൾ പരമാവധി ചെയ്യുമ്പോൾ എല്ലാവരും അടി കയറി അവരവരെല്ലാം നോക്കിയിട്ട് വിലയിരുത്തുക. ഇത് ഇടണ വണ്ടിയാണെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭാവിയിലായി ಜಾಸ್ತಿ ಮಾತಾಡಬೇಡ. തുടച്ച് വെച്ചാ തൊട്ടിലൊക്കെ ഇങ്ങനെ എടുക്കുക, വയ്ക്കുക. ഇതിനുള്ള 5 എല്ലങ്കി ഉണ്ടാവും. ഈ എല്ലങ്കി അയച്ച് ഹബ്ബ് പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് പുതിയ റോട്ടർ ഇടണം. അതെടുക്കുന്ന വീഡിയോ ഇടാൻ മറന്നുപോയി, എടുക്കാൻ സമയം കിട്ടിയില്ല. അതായിരുന്നു സംഭവം. പഴയ റോട്ടറുടെ ബാക്കിൽ തന്നെ ഉണ്ട്. അത് കാണിച്ചു കൊടുക്കച്ചു.
പണ്ട് പാലത്തിനടികളിൽ ഇരുന്നിട്ടേ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് പിടിക്കാൻ പറ്റും. ജസ്റ്റ് ഉപ്പ എല്ലാം ഇടുക. പൈപ്പ് എടുത്തറ അപ്പുറം ഇല്ല പൈപ്പ് എടുത്ത. ആ ഇത്രയും വലുതുണ്ടെങ്കിലേ നമുക്ക് ടൈറ്റ് പിടിക്കാനാവൂ. പൊട്ടിയതാണ് ടൈറ്റ് ആയത് തന്നെ. ഓ ഇത് പൊട്ടിയത്. അത് നമ്മളെ കാലിൽ മാറ്റിയെത്താ. നമ്മൾ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെല്ലാം ആവുന്നത്. പ്രൊഫഷണലായാലും വൃത്തിയാക്കും. നമ്മൾ പ്രൊഫഷണൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈക്കും കാലിനും മേത്തെല്ലാം ആവും. നമ്മൾ അടിക്കുന്ന രീതിയൊന്നും ശരിയാവില്ല. പ്രൊഫഷണൽ പണിക്കാർ കയ്യെല്ലാം ഞാൻ എങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. വണ്ടിപ്രേമികളെ, യാത്രാ വിശ്വാസികളെ, നിങ്ങളിപ്പോൾ കാണുന്നതാണ് ടയർ. ഒന്നോടു ഞാൻ